guys, welcome back to my channel Gordon Rocks. So ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴിയേ പറയാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇടിച്ചു പൊട്ടിക്കുക. ഗൈസ്, നമ്മുടെ ലാസ്റ്റ് വീഡിയോ പോലെ ഇത് നമ്മുടെ അമ്മൂമ്മേരെ വീടാണ്. ഇപ്പം നമ്മൾ വെക്കേഷൻ ആയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി അമ്മൂമ്മേരെ വീട്ടിൽ വന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മൂമ്മേരെ വീടിൻ്റെ പരിസരം നമ്മൾ കാണിച്ചു വെച്ചേക്കുന്ന ചെറിയ ഗോഷ്ടികളുമാണ് ഗൈസ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ഫസ്റ്റ് തന്നെ നമ്മുടെ അമ്മൂമ്മയുടെ വീടിൻ്റെ സിറ്റൗട്ടാണ്. എൻ്റെ വീടല്ല ഗൈസ്, അമ്മൂമ്മയുടെ വീടിൻ്റെ സിറ്റൗട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുട്ബോൾ കളിക്കുന്നത്. ദക്ഷൻ സൈക്കിളിന്റെ പേരെന്താന്ന് മറന്നു പോയാ. ദക്ഷൻ സൈക്കിളിന്റെ പേരെന്തായിരുന്നു? ഡ്രാഗൻ. ദക്ഷന്റെ സൈക്കിൾ ഇതാണ് ഗൈസ്. ദക്ഷന്റെ സൈക്കിൾ സ്റ്റണ്ട് ബൈക്ക് പോലെയാണ് ഗൈസ്. മഡ്ഗാർഡൊക്കെ ഇല്ല, മഡ്ഗാർഡ് സ്റ്റണ്ട് ബൈക്ക്, ഏകദേശം സ്റ്റണ്ട് ബൈക്ക് പോലെയാണ് ഗൈസ് ആണത്. അപ്പോൾ നമുക്ക് നേരെ വെളിയിലോട്ട് ഇറങ്ങാം ഗൈസ്. ഇതുവരെയാണ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്നത്. ഓക്കെ ഇവിടെ കുറച്ച് പറഞ്ഞല്ലോ, നമ്മുടെ അനിയത്തി കുട്ടിയല്ലേ. എൻ്റെ അമ്മമ്മേരെ വീടിൻ്റെ തൊട്ടടുത്താണ് ഗൈസ് ദക്ഷൻ്റെ വീട്. ഞാൻ ദക്ഷൻ്റെ വീട് കാണിച്ചു തരാം ഗൈസ്. ദക്ഷൻ്റെ വീട് നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടെങ്കിൽ അത് ഡ്രീംസ് ഓഫ് ദക്ഷനിലൂടെ ആയിരിക്കും. ദക്ഷൻ്റെ ചാനലാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ് ദക്ഷൻ്റെ വീട്. ഗൈസ്, ഇതാണ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഗൈസ് ദക്ഷൻ്റെ വീട്. ദക്ഷൻ്റെ കാറ് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് ദക്ഷൻ്റെ കാറ്. പിന്നെ ദക്ഷൻ്റെ ചാനൽ കണ്ടിട്ടുള്ളവർ, കാണാത്തവരും ഇപ്പം തന്നെ എടുത്തു നോക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. പറഞ്ഞു തരണമല്ലോ, നമ്മളെ മച്ചാന്മാർ എല്ലാം ചെയ്തോളാം. ഹലോ ഗൈസ്, അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ രണ്ടുപേരും ചാനലിൽ 10K ആയ നിങ്ങൾ പറയണ ഒരു സാധനം വാങ്ങിച്ചിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന ദക്ഷൻ്റെ പെറ്റ് ഡോഗാണ് ഗൈസ്. ദക്ഷൻ്റെ പെറ്റ് ഡോഗാണ് ഗൈസ്. പേര് പറഞ്ഞോട്. കിട്ടു ഗൈസ്. നമുക്ക് നേരെ കിട്ടുവിനെ കാണാൻ പോകാം. കിട്ടുവിനെ വിളിയണം. കിട്ടു കൂടിൻ്റെ അകത്താണുള്ളത്. ദക്ഷ എടുത്ത് കാണിച്ചു തരും ഗൈസ്. ഇതാണ് ഗൈസ് ദക്ഷൻ്റെ കിട്ടൻ. സോറി, ഇതാണ് ദക്ഷൻ്റെ കിട്ടൻ. ഹലോ ഹലോ ഗൈസ്. കിട്ടു ട്രെയിൻഡ് ആണെന്നാണ് ദക്ഷൻ പറഞ്ഞത്. ട്രെയിൻ ചെയ്ത് വേറെ ഒരു ദക്ഷൻ അവനെ പോലെ തന്നെയാണ്. മടിയാണ്, നല്ലവനാണ് ഗൈസ്. നമ്മൾ ഒരു വീഡിയോ ഇട്ടാണ് ഇൻട്രൊഡ്യൂസിങ് മൈ പെറ്റ്സ്. അതേപോലെ ദക്ഷന് അടുത്ത പെറ്റായിട്ടുള്ളത് നമ്മളെ സ്വന്തം ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയ ഗൈസ്. ഇപ്പൊ ദക്ഷന് പെറ്റായിട്ടുള്ളത് ദക്ഷനെ തന്നെ, അല്ല കോഴിയെ തന്നെയാണ്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് ദക്ഷന്റെ വീടിന്റെ പരിസരം. അങ്ങനെ പച്ചപ്പാണ് ഗൈസ്. നിങ്ങൾ പെട്ടെന്ന് ഒരു കെ ആയ ഗൈസ്, നിങ്ങൾ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്തു അഡ്രസ്സ് ചോദിച്ചാൽ ഈ ചെറി നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ അയച്ചു തരുന്നതാണ്. നിറച്ച് ചെറികളാണ് ചെറികളാണ്. ഈ ചെറി നിങ്ങളുടെ വീട്ടിലേക്ക് വരും ഗൈസ്. നിങ്ങളുടെ പേര് 1K ആക്കിയിട്ട് നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്ത് ഈ ചെറി നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് വരും ഗൈസ്. നമ്മൾ രണ്ടുപേരും ചാനൽ ഗൈസ് ഡ്രീംസ് ഓഫ് ദക്ഷൻ, ഗോർഡൻ റോക്സ്, ഇതെല്ലാം നമ്മൾക്ക് പണ്ട് തൊട്ടേ തുടങ്ങണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതെല്ലാം സാധിച്ചു തന്നത് നിങ്ങളാണ്. അപ്പം നമ്മൾ 1K 10K ആയ നിങ്ങൾക്ക് നിങ്ങൾ പറയണ സാധനം നമ്മൾ തരും. ദക്ഷൻ്റെ വീട്ടിലെ ഷെഡിലാണ് കോഴി ഇരിക്കുന്നത്. കോഴി രണ്ടും ദക്ഷൻ വാങ്ങിച്ച് ദക്ഷൻ അധ്വാനിച്ച് ഫുഡ് കൊടുത്ത ഈ കോഴിയാണ് ഗൈസ്. ഇതാണ് ഗൈസ് ദക്ഷൻ്റെ കോഴി. രണ്ടെണ്ണം ദക്ഷൻ തന്നെ ഗൈസ്. രണ്ടും അരമന പോലത്തെ ദക്ഷൻ തന്നെ ഗൈസ്. ഒരു വ്യത്യാസവും ഇല്ല ഗൈസ്. ദക്ഷൻ്റെ വീട്ടിൽ ഇവൻ്റെ അമ്മയച്ഛൻ്റെ ഇപ്പോൾ ജോലിക്ക് വേണ്ടി നമുക്ക് വീട്ടിൻ്റെ അകം കാണാൻ പറ്റില്ല. എന്നാലും പറ്റുന്ന ഒരു വർഷം നമ്മൾ ഉറപ്പായിട്ടും ദക്ഷൻ്റെ വീഡിയോയിൽ ദക്ഷൻ്റെ ചാനലിൽ നമ്മൾ ദക്ഷൻ്റെ വീട് കാണിക്കുന്നതായിരിക്കും. ഒരു ഹോം ടൂർ എൻ്റെ വീട്ടിൽ നിന്നും ഇവൻ്റെ വീട്ടിൽ നിന്നും പ്രതീക്ഷിക്കാം. ഉടനെ തന്നെ പ്രതീക്ഷിക്കാം ഗൈസ്. നമ്മൾ അച്ചാച്ചൻ്റെ കൃഷികളാണ് ഗൈസ്. അച്ചാച്ചൻ്റെ വാഴക്കൃഷിയാണ് ഗൈസ് കാണുന്നത്. ഓക്കെ, അവിടെ ഈ തെങ്ങ് എല്ലാം അടിപൊളിയാണ്. തെങ്ങല്ല അച്ചാച്ചൻ നമുക്കൊന്ന് വച്ചായിരുന്നല്ലോ തേങ്ങ ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ ദക്ഷൻ്റെ ഗോഷ്ടികളാണ് ഗൈസ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ അമ്മമ്മേരെ വീട്ടിലുള്ള ഗോഷ്ടികൾ ഗൈസ്. നമ്മൾ കാണിച്ച ആദ്യത്തെ ഗോഷ്ടി എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഏറുമാടമാണ് ഗൈസ്. കണ്ട ഏറുമാടം എന്ന് പറയല്ലേ, എന്നാലും ഒരു ചെറിയൊരു ലുക്ക്. പിന്നെ ഏറുമാടം നിങ്ങൾക്ക് ഇതേപോലെ വേണമെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചു തരും ഗൈസ്. ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടുതരും. നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടുതരും. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏറുമാടം ഉണ്ടാക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. സോ ഫസ്റ്റ് നമ്മൾ നമുക്ക് പറ്റണേൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഒരു ബെഞ്ചാണ്. നമ്മൾ ഇരിക്കുന്ന ബെഞ്ചാ. സോ ഫസ്റ്റ് നമുക്ക് ബെഞ്ച് കാണിക്കാം.
ഗൈസ് നമ്മൾ ബെഞ്ച് പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയായിട്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് നമ്മളെ ബെഞ്ച്. ഒരിക്കലും പൊട്ടൂല ഗൈസ്. അത്രയ്ക്ക് നല്ല ശക്തിയുള്ള ബെഞ്ചാണ്, നമ്മൾ ഉണ്ടാക്കിയ ബെഞ്ചാണ് ഗൈസ്. ഇനി നമ്മൾ കണ്ണാടിയുള്ള ഡോർ ഏറുമാടം, കണ്ണാടിയുള്ള ഏറുമാടമാണ് ഗൈസ് കാണാൻ പോകുന്നത്. ദക്ഷ ഇപ്പൊ തന്നെ ഓടിച്ചാടിയിരിക്കും ഗൈസ്. ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഏറുമാടത്തിൽ മാള് കയറിയിരിക്കുകയാണ്. ഇപ്പൊ കാണിക്കാം. 3, 2, 1. ഗൈസ് ഇതാണ് നമ്മുടെ ഏറുമാടം. ഇതാണ് നമ്മുടെ ഏറുമാടം ഗൈസ്. ഇതായി ഇവിടെ കണ്ണാടിയൊക്കെ ഉണ്ട്. ഏറുമാടത്തിന് പേരുണ്ട് ഗൈസ്. ബാക്കിൽ ഇതാണ് ഗൈസ് ഏറുമാടത്തിന് പേര്. ആംബിയൻസ് മാടം എന്നാണ് നമ്മൾ പേരിട്ടേക്കുന്നത്. നമ്മൾ അകത്തോട്ടൊക്കെ കാണിച്ചു തരാം ഗൈസ്. ദക്ഷൻ ചാടി നമ്മളിങ്ങനെയാണ് ഏറുമാടത്തിൽ കയറുന്നല്ലേ. ഈ ഏണിയൊക്കെ വേസ്റ്റാണ് ഗൈസ്. ഈ ഏണി കയറി നമ്മൾ ചവിട്ടി കാണിച്ചു. ഈ ഏണി കയറി നമ്മളിത് ചവിട്ടി ഇങ്ങനെ ആയിപ്പോകും. അതുകൊണ്ട് ദക്ഷൻ്റെ അഭ്യാസ പൂർവ്വം നമ്മൾ എങ്ങനെയാണ് കയറുന്നതെന്ന് കാണിച്ചു തരാം ഗൈസ്. 3, 2, 1 കയറില്ല. കുരങ്ങനെ പോലെ ചാടി കയറിയ കുരങ്ങൻ, അതാണ് നമ്മുടെ ദക്ഷൻ ചാടി കയറിയ ഗൈസ്. ഞാനും കൂടെ കയറി നമ്മളെ ഏറുമാടത്തിൻ്റെ അകംഭാഗം കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ഹോട്ട് വീൽസ് ഒക്കെയാണ് കണ്ടോ. ലെങ്കണ്ണൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. നമ്മൾ അകത്തോട്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ സീലിങ്. സ്റ്റാർ നമ്മളൊരു സീറ്റ് വെച്ചിട്ടാണ് സീലിങ്. പിന്നെ ഒരു ചുമരുതാ ഇതാണ്, ഒരു സൈഡ് ഇതാണ്. ഏറുമാടം ഫുൾ അടിപൊളിയാണ് കണ്ടേ ഗൈസ്. നല്ല സ്ഥലമുണ്ട്, ഒരാൾക്ക് കടന്നുറങ്ങാം. നിങ്ങൾ കമൻ്റ് ഇടുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇന്നല്ലെങ്കിൽ നാളെ 24 hours ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ട് 24 hours ഇൻ അവർ ഏറുമാടം ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഫാൻ ഇല്ലെങ്കിലും എന്തില്ലെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുക. നിങ്ങൾ കമന്റ് ഇടാൻ മാക്സിമം കമന്റ് ഇടാം അല്ലേ ഇവിടെ മാക്സിമം നിങ്ങൾ കമന്റ് ഇടാൻ ശ്രമിക്കുക. ഇനി കുഴപ്പമില്ല, ജസ്റ്റ് നിങ്ങൾ കമന്റ് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലൈക്ക് ചെയ്താൽ ഗൈസ്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഈ അനിയത്തി കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ ഇവിടെ കസേരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി കസേര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറുമാടം കുറച്ച് പുതുക്കണല്ലേ, പുതുക്കി പണിയാം. നമ്മൾ പുതുക്കി പണി, നിങ്ങൾ പറഞ്ഞ നമ്മൾ പുതുക്കി പണിയും ഗൈസ്. നമുക്കിനി ഏറുമാടത്തിൽ നിന്ന് വെളിയിറങ്ങാം. ഏറുമാടത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റൗണ്ട് സൈക്കിൾ ഓടിക്കുന്നത് കാണിക്കായിരിക്കും. പിന്നെ നമ്മൾ ഗേറ്റിന്റെ വെളിയിലോട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ മറിഞ്ഞടിച്ച് വീഴണം. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണോ എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും ഗൈസ്. പക്ഷെ ഇന്നിപ്പോ അവൻ അതേ ജോലിയുള്ള നല്ല ചുമ്മാ പറയാണ്. പക്ഷെ മറിഞ്ഞടിച്ച് 2 വട്ടം വീണ കാണിച്ചു തരും ഗൈസ്. ഞാൻ മര്യാദ കാട്ടിക്കോളൂ ഗൈസ്. നമ്മൾ അപ്പുറത്തോട്ട് വീടൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. നമ്മൾ ഒരു ദിവസം നമ്മൾ ഹോം ടൂർ കാണിക്കുന്നുണ്ട് ഗൈസ്, പുറത്തും അകത്തും. അപ്പം നമ്മൾ എങ്ങോട്ടാണ് സൈക്കിൾ ഓടിച്ച് പോകുന്നത് നമ്മളിപ്പോൾ കാണിച്ചത് ഗേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് അല്ല, നമ്മുടെ വീടിന്റെ പരിസരം, അമ്മൂമ്മയുടെ വീടിന്റെ പരിസരമാണ്. സ്റ്റണ്ട് ബൈക്ക് കൊണ്ടുവരികയാണ്. ഈ വഴിയിലോട്ടാണ് നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പോകുന്നത്. ദക്ഷന്റെ സ്റ്റണ്ട് ഇതുവഴിയാണ് ഗൈസ്. ഞാൻ എൻ്റെ സൈക്കിൾ എടുത്തുകൊണ്ട് വരട്ടെ ഗൈസ്. ദക്ഷന്റെ സാഹസിക മുഹൂർത്തങ്ങൾ സൈക്കിളാണ് ഗൈസ് കാണാൻ പോകുന്നത്. ആ കാണുന്നതാണ് ദക്ഷൻ ഗൈസ്. നയാ പൈസ ഇല്ല കയ്യിലൊരു നയാ പൈസ ഗൈസ്. പിക്ചർ എടുക്കാൻ പോകുന്നതാണെന്നാണ്. അളിയാ കൈവിട്ടോട്ടില് ഗൈസ്. ദക്ഷ കൈവിട്ട് ഓട്ടിക്കുന്നത് കാണിച്ചു തരുമായിരിക്കും ഗൈസ്. ദക്ഷ ഒരു കൈവിട്ട് ഓട്ടിക്കുന്നതിന്റെ പരാക്രമയാണ് ഗൈസ്. ദക്ഷ കൈവിട്ട് ഓടിക്കാൻ പോകുന്നു. അടിപൊളി ദക്ഷനാണ് ഗൈസ്. ഇതേ കണ്ടോ, ആ വീഡിയോ ഒന്നും കൂടെ കാണണമെന്നുണ്ടോ ദക്ഷ? വീഡിയോ കാണുമോ ദക്ഷൻ? സൈക്കിൾ ഫുൾ കോളായി ഗൈസ്. പണി പാടി. സ്പൈക്ക് സൈക്കിളാണ് ഗൈസ്. സ്റ്റണ്ട് കാണോ ഗൈസ്? നോക്കണേ, അങ്ങോട്ട് കാണിച്ചോ ഗൈസ്. ദക്ഷൻ സ്റ്റണ്ട് കാണാൻ പോകുന്നു. സ്റ്റണ്ടല്ല, ഡ്രിഫ്റ്റാണ് ഗൈസ് ഇത്. ഗൈസ് ഇതാണ് എൻ്റെ സൈക്കിള്. പറയാനൊന്നുമില്ല, അത് എൻ്റെ പുതിയ സൈക്കിൾ ഗൈസ്. എൻ്റെ പഴയ സൈക്കിളാണ്. പഴയ സൈക്കിൾ എൻ്റെ സീറ്റൊക്കെ എത്തി കയറിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ് എൻ്റെ പഴയ സൈക്കിൾ. ദക്ഷ ഓട്ടിക്ക് ഇപ്പോൾ കയറി 200 റൗണ്ട് പോയിട്ട് വരും ഗൈസ് എൻ്റെ സൈക്കിളിൽ. എൻ്റെ സൈക്കിളിൽ ക്യാരിയറുണ്ട് ഗൈസ്. ദക്ഷ ഈ സൈക്കിളിൽ കൈവിട്ട് ഓടിക്കുക. അവൻ പക്ഷേ വീഴത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ദക്ഷ വീഴരുത്, വീഴല്ലേ, കൈവിട്ട് ഓടിക്കണം ഗൈസ്. ദക്ഷൻ്റെ സൈക്കിൾ നമുക്ക് ഒതുക്കി വെക്കുക, ഇല്ലെങ്കിൽ പണിയാവും. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമേ പറയുന്നത് തന്നെയാണ്, ഞാൻ ഇപ്പോഴും പറയുന്നത്, ഒന്ന് മാക്സിമം നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ചെയ്യാൻ നിങ്ങൾ മാക്സിമം. അതാണ് നമ്മൾ രണ്ടുപേരും അതേപോലത്തെ നിക്കറും ഉടുപ്പൊക്കെയാണ്. നമ്മൾ ദക്ഷനെ കാണിക്കാൻ വന്നു കൈവിട്ട് ഓടിക്കുന്ന ദക്ഷൻ കാണോ?
സെറ്റപ്പാണ്. ഇതൊക്കെയാണ് ഇത്ര സാഹചര്യമായിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ നിങ്ങൾ മറക്കുന്ന എപ്പോഴും കാര്യമുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ മച്ചാന്മാരാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഗൈസ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടാണ് ഗൈസ് നമുക്ക് യൂട്യൂബ് ചാനൽ വേണമെന്ന് നമ്മൾ എത്ര വട്ടം ആഗ്രഹിച്ചു. ഈ സാഹചര്യം കൈവിടാൻ ഓട്ടിക്കുന്നതിന് നിങ്ങൾ 5 ലൈക്കെങ്കിലും മിനിമം 5 അക്കൗണ്ടിൽ നിന്ന് ചെയ്യണം. 5 അക്കൗണ്ടല്ലേ നിങ്ങൾ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യണം ഗൈസ്. ദക്ഷൻ ചാനൽ ഡ്രീംസ് ഓഫ് ദക്ഷൻ, അതിലും പുതിയ 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 വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത പരിപാടി നമ്മൾ സൈക്കിളിൽ ഓട്ടിച്ചുകൊണ്ടാണ് പറയാൻ പോകുന്നത്. ഗൈസ് ദക്ഷൻ എൻ്റെ പറയുകയുണ്ട്. നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ച മാങ്ങ ഉപ്പും മുളകിട്ട് കഴിക്കുന്ന പരിപാടിയാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച വയറ് ഫുള്ളാണ്, എന്നാലും നമ്മൾ പച്ചമാങ്ങ കഴിക്കുമ്പോൾ അതാണ് ഗൈസ് പച്ച മാങ്ങ കഴിക്കണതിൻ്റെ സ്വാദ് പച്ച ചോറ് കഴിച്ച് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് സൈക്കിൾ വളഞ്ഞ് നമ്മൾ അനിയത്തിക്കുട്ടി മാളവികയുടെ അടുത്തോട്ട് പോകാം ഗൈസ്. നമ്മൾ പച്ചമാങ്ങ നമ്മൾ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ തന്നെ ഉപ്പുമുളക് ഇടണം. അമ്മാമ്മ അച്ഛനും അറിയാതെ തന്നെ ഉപ്പുമുളക് കട്ടണം ഗൈസ്. നമ്മൾ ഉപ്പുമുളക് കട്ട് ഇല്ലാടാ, അമ്മാമ്മ അച്ഛനും അറിയാതെ ഉപ്പുമുളക് കക്കാം. എന്നാലേ ഗൈസ് ഒരു മനസ്സുഖം കിട്ടും. മനസ്സുഖമാണ് പ്രധാനം. അതാണ് യൂട്യൂബ് ചാനലിൻ്റെ പ്രവധാനം. ദക്ഷൻ എന്താ പറയാ? അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ എടുക്കണം. ഇപ്പോൾ പാവപ്പെട്ട ഇതുപോലുമില്ലാത്ത എത്ര പേരുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഗൈസ് നമ്മൾ ഈ കിടന്നിടാവുന്നത്. അപ്പോൾ നിങ്ങൾ അവർക്കൊക്കെ നമുക്കൊക്കെ വേണ്ടി എത്ര കമൻ്റ് ഇട്ടാലും നിങ്ങൾ പറയണ കാര്യം നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളെ മനോഹരമായ മാങ്ങ ഇന്നണ വീഡിയോ കിടക്കാം. മാങ്ങ ഇന്നാൻ ഗൈസ് നമ്മളൊരു കാര്യം ആലോചിച്ചപ്പോൾ ഫ്രഷ് ആണോ നല്ലത് അതോ നമ്മൾ തട്ടിക്കൂട്ടിയതാണോ നല്ലതെന്ന് ആലോചിച്ചപ്പോൾ ഫ്രഷ് അല്ലേ നല്ലത്. ഫ്രഷ് നല്ലതാവാൻ വേണ്ടി നമ്മൾ ലൈവായിട്ട് ഇതാ ഈ മാവിൽ നമ്മൾ പറിച്ചെടുത്തിട്ട് ഉപ്പും മുളകൊന്നും കൂട്ടാതെ പച്ചയ്ക്ക് പിന്നെ അതിനിടെ ഒരു ചലഞ്ച് ഉണ്ട്, നോ എക്സ്പ്രഷൻ. യെസ്. പക്ഷേ ഈ മാങ്ങ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു അമ്മ അതിൽ പുളിയാണ് ഗൈസ്. എന്ത് മാങ്ങ പുളിയാണ്. ഞാനും വേണമെങ്കിൽ ഞാനും എൻ്റെ ചേട്ടനും കൂടെ ദക്ഷനും മാളവികയായിട്ടാണ് ഇന്ന് നോ എക്സ്പ്രഷൻ ചാലഞ്ച്. മാളവിക പല്ലൊന്നും ഇല്ല, അതുകൊണ്ട് മാളവിക തോൽക്കുമോ ഇല്ലയോ. പല്ലില്ലാത്തതുകൊണ്ട് മാളവിക ജയിച്ചായിരിക്കും. എന്നാൽ ദക്ഷൻ എന്താ ഇപ്പം എന്നെ ഇടിക്കാൻ വരുന്നത് ഗൈസ്. ഞാൻ ഒരു ഇടി കൊണ്ടിട്ട് വരാം ഗൈസ്. നമ്മൾ ഉച്ചയ്ക്ക് ചായയുടെ പലഹാരമാണ് ഗൈസ് ബോണ്ട. മാളവികയാണ് ബോണ്ടയാണ് ഗൈസ്. നമുക്ക് ചായ കുടിക്കാൻ നേരത്തെ നമ്മൾ കാണിച്ചു തരാം ഗൈസ്. സോറി വൈകുന്നേരം ചായ കുടിക്കുന്ന പലഹാരമാണ് ഗൈസ് ബോണ്ട ഗൈസ്. നിങ്ങൾക്ക് ബോണ്ട ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 10K ആക്കിയിട്ട് നിങ്ങളുടെ അഡ്രസ്സ് തന്നാൽ നമ്മൾ ബോണ്ട അങ്ങോട്ട് അയച്ചു തരും ഗൈസ്. കമോൺ ഗൈസ്. നമ്മൾ മാങ്ങ പറിക്കാൻ പോകണം. ദക്ഷ ഞാൻ ചാടിയാണ് പറിക്കണേ, നോക്കണേ ഗൈസ്. ഇവിടെ ഒരു മാങ്ങ നിൽക്കൊണ്ട് ഞാൻ പറിക്കാൻ പോകണം ഗൈസ്. 3, 2, 1 ഗൈസ്. കിട്ടി ഗൈസ്. മാങ്ങ കിട്ടി. സുമാറിനാണ് ഗൈസ് അവിടെ നിന്ന് പറിച്ചത്. നമ്മൾ അരിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നേരത്തെ കണ്ടാവും. അപ്പോൾ ഇന്ന് നോ എക്സ്പ്രഷൻ ചലഞ്ച് ഇടാൻ പോകുന്നത് ദക്ഷൻ മാളുവാണ്. ഞാൻ വീഡിയോ എടുക്കും. ഒരു മാങ്ങ രാഷ്ട്രം എനിക്ക് വേണം കേട്ടോ ഗൈസ്. നമുക്കപ്പോൾ നോ എക്സ്പ്രഷൻ ചലഞ്ചിലോട്ട് ഗൈസ്. അവർ നോ എക്സ്പ്രഷൻ ചലഞ്ച് ഇടുന്ന മാങ്ങ ഇതാണ് കേട്ടോ. ക്യാമറ ഇവിടെ വാങ്ങണേ ഗൈസ്. നോ എക്സ്പ്രഷൻ ചലഞ്ച് ഇടുന്ന മാങ്ങ കാണിച്ചിടാം ഗൈസ്. കാണിച്ചു കൊടുത്താൽ മാളും ഇതാണ് ഗൈസ്. ആരാണ് എക്സ്പ്രഷൻ ഇടുന്നത് അവർക്ക് കല്ലിട്ട് 5 എറിയും. 5 കല്ലുണ്ട്, അതിട്ട് 5 എറിയും കിട്ടും ഗൈസ്. വേണമെങ്കിൽ ഓടരുത്, അവിടെ തന്നെ ഇരിക്കണം ഗൈസ്. ഇപ്പം ഇരിക്കണം, ആ പൊസിഷനിൽ ഇരിക്കണം. സോ എനിക്കൊരു മാങ്ങ ഇട്ടിട്ടുണ്ട്. പൊളി നല്ല സൂപ്പർ. സോ ആർക്കാണ് കല്ലെറിയിട്ടുന്നത്, ആർക്കാണ് കല്ലെറിയിട്ടുന്നത്, ആർക്കാണ് പ്രമാണം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. തോറ്റ ആൾ ജയിച്ച ആൾക്ക് 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം കാല്. നോക്കാം ഗൈസ്. ഞാൻ 3, 2 ഗോ പറയും. ആളെ നോക്കാം ഗൈസ്. ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചോട്ടെ. 3 ഫസ്റ്റ് കടിയിൽ ആരായിരിക്കും പോകുന്നത്? 3, 2, 1 സ്റ്റാർട്ട്. ദക്ഷൻ 5 കല്ലെറി മസാജ് ചെയ്ത് കൊടുക്കും. ദക്ഷന്റെ മുഖം നോക്കിയേ. നാളെ നോക്ക് കൊള്ളാം. അങ്ങനെ മുറിയണം. ഞാൻ മഞ്ഞേ മാളുകൊണ്ട് പല്ലില്ലാത്തതുകൊണ്ട് നമുക്ക് കേൾക്കൂല. കല്ലെടുത്തിട്ട് വരാം. പക്ഷെ നമ്മൾ
കല്ലെടുത്തിട്ടുണ്ട്. മാള് മാറിക്കോ. 1 2 3 4 5 ഗൈസ്. 5 കല്ലേറിയിട്ടുണ്ട്. 5 മിനിറ്റത്തേക്ക് മാളൂന് മസാജ് സുഖമാണ് ഗൈസ്. സുഖം. നമുക്ക് മസാജ് ചെയ്യണം ഗൈസ്. നോക്കിക്കേ, മാങ്ങ കഴിച്ച് പുളിയായ എൻ്റെ കഷ്ടപ്പാട് ഇവിടെ എക്സ്പ്രഷൻ പോലും കാണിച്ചു കൊടുക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഗൈസ്. അമ്മാതിരി ചാനലാണ് നമ്മുടെ എൻ്റെ ഗോവർദ്ധൻ റോക്സും ദക്ഷൻ ഡ്രിങ്ക്സും. മതി മസാജ് ദക്ഷൻ മസാജ് ചെയ്യാണ് ഗൈസ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഗൈസ് നമുക്ക് ഗൈസിന് നമുക്ക് ദക്ഷൻ്റെ ഗോസ്റ്റ് കാണാം ഗൈസ്. ദക്ഷ അറിയാതെയാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. മാളു അവിടെ ദക്ഷ അവിടെ എന്തിനാണ്? വാ നമുക്ക് ഒളിച്ചിരിക്കാം. നമുക്ക് അവിടെ ഒളിച്ചിരിക്കാം. ഗൈസ് ദക്ഷ എന്തിനാ പറയുന്നത്? ദക്ഷ എന്തൊക്കെ പറയുന്നുണ്ട് ബിച്ചും പേര്. നമ്മൾ ദക്ഷൻ്റെ വീഡിയോ നമ്മളറിയാതെ ദക്ഷൻ്റെ വീഡിയോ എടുക്കുകയാണ് ഗൈസ്. നോക്കോ മാള് ദക്ഷൻ ചെയ്യണം ഗൈസ്. ഒളിച്ച് ഗൈസ് അവ എന്താണ് ചെയ്യണേന്ന് അവന് പോലും അറിഞ്ഞൂടെ ഗൈസ്. മണ്ണ് വാരി അറിയണ മോളെ ചിരിക്കില്ലേ. ഇതാണ് യോഗ. ഇതൊക്കെ തന്നെ യോഗ. ഗൈസ് നിങ്ങളൊക്കെ കഴിച്ചോ ഗൈസ്? നമ്മൾ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് ഗൈസ്. സുഖമാണോ? ഒന്നും കൂടെ ഒരു കമന്റ് ഇടാം. കമന്റ് ഇട്ട് കമന്റ് കൂട്ടണം. കുറച്ചേരം ഇരിക്കാം. മാങ്ങ ഒന്ന് വയറിലൊന്ന് ദഹിക്കട്ടെ. ഈ സമയത്തൊക്കെ നല്ല കട്ടൻ ചായയും ബോണ്ടേ. നമ്മൾ ഇതാണ് ക്യാമറ. ഇവിടെ നോക്ക്, കൊതിയായിരുന്നു. നമ്മൾ വൈകുന്നേരം ചായയുടെ ബോണ്ട കുടിക്കുന്ന വീഡിയോ കൂടെ നമ്മൾ എടുക്കും ഗൈസ്. അത് അടിപൊളി ബോണ്ട. സോ ഗൈസ് ഈ സമയത്ത് ഒരു പാട്ടൊക്കെ നമുക്ക് കാറ്റത്ത് ഓർമ്മ വരും. അവിടെ ഏതോ ടെമ്പോ വന്നിട്ടുണ്ട്. ടെമ്പോ ആണ്, ടൂറിസ്റ്റ് ബസ്സാണ്. അന്നേരം കാണാൻ പറ്റുന്ന ഒരു പച്ച കളർ വണ്ടിയാണ് ഗൈസ്. കാണിച്ചു തരാം. ഈ സമയത്ത് എനിക്കൊരു പാട്ട് ഓർമ്മ വരും. മലയാളി പുരുഷ മുതലാളി. പോയി നോക്കിട്ട് നോക്കി തരാം. ഗൈസ് അവിടെ ഒന്നും ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. അവിടെ എന്തോ ടെമ്പോ ചെയ്യണം. ഒന്ന് പാട്ടൊക്കെ ഇട്ട് നിർത്തിയിരിക്കുകയായിരുന്നു ഗൈസ്. നമ്മൾ കുങ്ക് പഠിക്കാൻ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ അത് അവിടെ തന്നെ ഞാൻ കാണിച്ചു ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഗൈസ്. ആ ഷീറ്റൊക്കെ ആ ഷീറ്റാണ് ഗൈസ് നമ്മുടെ കുങ്ഫു പഠിക്കുന്ന സ്ഥലം ഗൈസ്. നമ്മളിപ്പോൾ ആളുകളൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ഇടിച്ചു ഊക്കും ഗൈസ്. അപ്പം നിങ്ങൾക്കും കുങ്ഫു പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക IMA അക്കാഡമി. ഗൈസ് മാളവികയും പഠിക്കാൻ പോകുന്നുണ്ട്. ബോക്സിംഗ് ആണ്. കുറേ ദിവസം മഞ്ഞയായിട്ട് വന്നില്ല ഗൈസ്. ഇനി മണിമേലെ രോജിതരായി നാടകത്തിൻ്റെ പേരാണ് ഗൈസ്. നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു കുഞ്ഞൻ നാടകം മണിമേലെ രോജിതനായി ഗൈസ്. ക്യാമറ ഇവിടെ ചരിഞ്ഞു വരാനൊരു ചെറിയ ഡൗട്ട് ഗൈസ്. ഇവിടെ നിന്ന് കളിച്ച ക്ലിയർ ആയിട്ട് കിട്ടും ഗൈസ്. ഞാൻ ചിലപ്പോൾ ക്യാമറ എടുത്ത് കയ്യിൽ വയ്ക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വച്ചേക്കും ഗൈസ്. നമുക്ക് നോക്കാം. ഇതെന്ത് നാടകമാണെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. അവന്മാരെന്തോ പ്ലാൻ ചെയ്തിട്ട് അവർ എന്താ കാണിക്കുന്നതാണ് ഗൈസ്. നമുക്കൊരു പ്രാങ്കിനുള്ള സാധ്യത ഉണ്ട് ഗൈസ്. നമുക്ക് പ്ലാൻ ചെയ്താലേ നമുക്ക് മാളക്കുട്ടിയെ പ്രാങ്ക് ചെയ്യാം ഗൈസ്. ദക്ഷൻ്റെയും മാളോട് മാളവിക അകത്ത് എന്തിനോ പോയേക്കാനും നാടകത്തിന് കോസ്റ്റ്യൂം ആടാം ഗൈസ്. നമ്മൾ മാളവിനെ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. മാള എങ്ങനെയെങ്കിലും പ്രാങ്ക് ചെയ്യാം. എങ്ങനെ പ്രാങ്ക് ചെയ്യാൻ നമുക്ക് പിന്നെ തീരുമാനിക്കാം. സൈക്കോ കില്ല് ഗൈസ്. നമുക്ക് മാള നമ്മൾ ചുമ്മാ നമുക്ക് ഇപ്പം നാടകം ടേസ്റ്റ് ചെയ്യണ്ടേ? ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഈ നാടകത്തിൽ നിന്ന് ഒഴിവായി ഗൈസ്. അപ്പം ട്രാക്ക് പറയും ഞാൻ ഗൈസ്. നാടകം കളിക്കുന്ന ദക്ഷനും മാളവികയാണ്. ഞാൻ വീഡിയോ എടുക്കും ഗൈസ്. ഓക്കെ നമുക്ക് ക്യാമറ ഒന്ന് തിരിച്ചെടുക്കട്ടെ ഗൈസ്. നാടകം ഇതാ ആരംഭിക്കുന്നു. അനുരോധ വിലോചിതരായി. നാടകത്തിൻ്റെ പേര് അനുരോധ വിലോചിതരായി ഗൈസ്. മൂവ്മെൻ്റ് ഉള്ള നാടകമാണ് ഗൈസ്. ഞാൻ മൂവ്മെൻ്റ് ചെയ്തോളാം, നിങ്ങൾ നാടകം അവതരിപ്പിച്ചു. അയ്യോ ഞാൻ തരടേ ഒന്ന് പോടോ. കാലത്ത് നമ്മളേക്ക് ഇങ്ങനെയാണോ ബഹുമാനിക്കണ മോളെ? സോറി അമ്മൂമ്മ. അത് സാരമില്ലടി. കുറച്ച് കഴിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ തന്നാൽ മതിയായിരുന്നു. ഓഹോ അതിനാണ്. ഞാനിപ്പോൾ ഇഡലിയും ചമ്മന്തിയും കൊണ്ടുവരാം. പപ്പടം കൂടെ ആവട്ടെ. ഓ ഞാൻ കളക്കാരനല്ല. നാടകം കൊളായി പാതി വഴി വെച്ച് ഗൈസ്. ദക്ഷ വീണ ലാസ്റ്റ്.
ആ വീഴ്ചയിൽ ദക്ഷൻ്റെ പുറത്ത് വീണ മണ്ണ് തെറിച്ച് മാളുവിൻ്റെ വായി പോയി. മാളുതാ വാഴ വീട്ട് വരണ വഴിയാണ് ഗൈസ്. നാടകം പാതി വഴി വെച്ച് കൊളാം. ഇങ്ങനെയാണെങ്കിൽ ഓർത്തഡോക്സും ഡ്രീംസ് ഓഫ് ദക്ഷനും അഴുകി. ഗൈസ് മാളു ഒന്നും കൂടെ വായുവാൻ പോവാണ് ഗൈസ്. നമുക്ക് മാളുവിന് പ്രാങ്ക് ചെയ്യാനുള്ള വഴി കാണിക്കാം ഗൈസ്. നമുക്ക് എങ്ങനെ പ്രാങ്ക് ചെയ്യാൻ മാളു വരുമ്പോഴേക്കും നമ്മളെങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. നമ്മൾ മാളുവിന് എങ്ങനെയെങ്കിലും അകത്ത് എങ്ങനെയെങ്കിലും അവള് വിഷമം ഉണ്ടാക്കാരിയോ അങ്ങനെ എന്തോ നോക്കാം മാളു ഇപ്പം ഇവിടെ ഇല്ല ഗൈസ്. നമുക്ക് മാളുവിനെ എങ്ങനെയെങ്കിലും അകത്ത് പറഞ്ഞിട്ടിട്ട് നമുക്ക് നമ്മളവിടെ നമ്മൾ ഒളിച്ചിരിക്കാൻ പ്ലാൻ ചെയ്തിരിക്കും. നമ്മൾ അവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. അവളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് ചാടി വരാം ഗൈസ്. ഒരു ചെറിയ പ്രാങ്കാണ്, ചിന്ന പ്രാങ്ക്. മാളു ഇങ്ങനെ അവിടെ ആരെ വിളിക്കണ്? അമ്മാനാന്നോളൂ പോ ഗൈസ്. വാ ഗൈസ്. ഗൈസ് നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. മാളു നമ്മളെ കാണുമെന്നാണ് നമ്മുടെ വിചാരം. കാരണം ഇത് അവൾക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥലമാണ് ഗൈസ്. ഒരു മിനിറ്റ് നമ്മളിവിടെ ഒളിച്ചിരിക്കട്ടെ ഗൈസ്. നമ്മളിവിടെ ഒളിച്ചിരുന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മാളു കാണാമെന്നുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഗൈസ്. ഇവിടെയാണ് മാളു കാണുന്നത് ഗൈസ്. മാളു വരുന്നുണ്ട് ഗൈസ്. മാളു വരുന്നുണ്ട്. ദക്ഷ എൻ്റെ അടുത്തുണ്ട് ഗൈസ്. ഗൈസ് കണ്ടാ പെടും ഗൈസ്. ഗൈസ് മാളു അങ്ങോട്ട് എവിടെയോ വരുന്നുണ്ട് ഗൈസ്. മാളു വരുന്നുണ്ട് ഗൈസ്. ഗൈസ് മാളു വരുന്നു. മാളു ഒളിച്ചില്ല ഗൈസ്. മാളുവിൻ്റെ ഇതാണ് റിയാക്ഷൻ. ഗൈസ് ഗൈസ് മാളു പോണ്. മാളു നമ്മളിവിടെ ഉണ്ട്. നമ്മളിവിടെ ഉണ്ട് ഗൈസ്. രക്ഷ ഒളിച്ച് നമ്മള് ചെറിയൊരു പ്രാങ്കായിരുന്നു. നീ എന്താന്ന് വിചാരിച്ചു പിച്ചക്കാർ പിടിച്ചോണ്ടോ എന്നാ? ഞാൻ വിചാരിച്ചു ഇവിടെ ആരെങ്കിലും ഒക്കെ പിടിച്ചോണ്ടായി കാണും. പിന്നെ പ്രാങ്ക് അറിയാലോ, സാധാരണ പോലെ പച്ചവെള്ളം കലക്കി കൊടുക്കും. പ്രാങ്ക് വിഷമം പച്ചവെള്ളം കലക്കി കൊടുക്കും, അത്രയല്ലേ ഉള്ളൂ. ഗൈസ് ദക്ഷൻ്റെ ഗോസ്റ്റ് ഗൈസ്. നമുക്ക് വീണ്ടും ഒളിച്ചിരിക്കാം ഗൈസ്. ഒളിച്ചിരിക്കാം ഗൈസ്. നമ്മൾ വീണ്ടും ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. ദക്ഷനെ കാണിച്ചു തരാം ഗൈസ്. ദക്ഷ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. യെസ്, ദക്ഷ കാണാത്ത സ്ഥലത്താണ് നമ്മൾ ഒളിച്ചിരിക്കുന്നത്. അവൻ എന്താണ് ചെയ്യണത്? അവൻ എന്താണ് ഈ കാണിക്കണത്? കുരങ്ങ് കൂടിയാണോ? നീ എന്ത് തേങ്ങയാണോ ഈ കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവണല്ലോ. ചാടാൻ പോണെന്ന് ഗൈസ്. പിടിക്കണോ? ചെരുപ്പൊക്കെ ഊരി പോയിട്ടുണ്ട്. അവനെ പിടിക്കണോ? ചേർന്ന് പോയി പിടിക്കണം. എനിക്ക് മടിയാവും. ചാടുമായിരിക്കും. അവൻ മിണ്ടായി സൗണ്ട് ഉണ്ടാക്കില്ല. അവൻ കാണും. അവൾ എന്തരാ ചെയ്യാനുണ്ട് ഗൈസ്? വീടിൻ്റെ പണി നടക്കണ സൗണ്ടാണ് കേട്ടോ. ചാടാൻ പോണ ഗൈസ്. ആ എന്തൊക്കെ കാണിക്കുന്നു ഗൈസ്. അവൻ നമ്മളെ കണ്ടില്ലെന്നാണ്. അവൻ നമ്മളെ കണ്ടില്ല ഗൈസ്. അവനൊന്നും കണ്ടില്ല. എവിടേക്കാ ചാടാൻ പോകുന്നോ ഗൈസ്? ഇപ്പം അവൻ ചാടാൻ പോകുകയാണെന്നാണ് തോന്നുന്നത് ഗൈസ്. കുറേ നേരം ഞാൻ കട്ടാക്കി വെച്ചിരുന്നു അവൻ ചാടാനുള്ളത്. പക്ഷെ അവൻ വീണ്ടും ഒന്നേന്ന് കയറുകയാണ് ഗൈസ്. നോക്കാം. നേരത്തെ കട്ടായിപ്പോയതല്ല ഗൈസ്. അത് കുറേ നേരം അവിടെ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. ഇത്രയും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഗൈസ്. ചാടാൻ പോണ വഴി പോസ്റ്റുകളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ നോക്കുന്നുണ്ടോ? കക്കൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇത്ര ദൂരത്തിനാണ് ഗൈസ് അവ ഇരിക്കുന്നത്. എനിക്ക് പേടിയോട് പറയിച്ചു. അയ്യോ മണ്ണാണ് ഇവിടെ. അത്രയും സ്വാതന്ത്ര്യമാണ് ഗൈസ്. പ്രാർത്ഥിക്കടാ. പ്രാർത്ഥിക്കണ്ട. എന്തിനാ കാണിച്ചോണ്ടെന്നാ? നമ്മളിതാ അവിടെ ഒളിച്ചിരിക്കായിരുന്നു. ഓരോരോ ഗൈസ്. ഇത് ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. സ്മോൾ ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് ഗൈസ്. ഇൻ മൈ ഗ്രാൻഡ് മാസ് ഹൗസ്. സോ ഗൈസ് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ആക്കാം ഗൈസ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇടിച്ചു പൊട്ടിക്കുക, അടിപൊളി കമന്റ് ഇടുക. നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് തന്നെ കമന്റ് ഇട്ടാൽ നമ്മൾ ഏർമടത്തി 24 hours ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് വാങ്ങിച്ചിരിക്കും. നിങ്ങൾ കമന്റ് ഇട്ടാൽ നമ്മൾ ഇന്ന് ഇപ്പൊ കയറി നാളെ ഇറങ്ങും ഗൈസ്. ഏർമടത്തി 24 hours നിങ്ങൾ പറയണതാണ് ഗൈസ് കാര്യം. നിങ്ങൾ പറയണ എന്തോ വാങ്ങിക്കും. നമ്മൾ RC കാറോ പോക്കിമോൻ കാർഡോ എന്തായാലും നമ്മൾ വാങ്ങിക്കും. സോ ഫോളോ ഗോ ദ റോക്ക് ആൻഡ് ഡ്രീംസ് ഓഫ് ദക്ഷൻ. It's me.
ഗോവർദ്ധൻ